ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത വന്നിരിക്കുന്നു. ഹൈക്കോടതിയിൽ നിന്ന് കേന്ദ്രത്തിന് ശക്തമായ വിമർശനം. കേരളത്തിന് വാക്സിൻ എന്ന് നൽകുമെന്ന് കേന്ദ്രം പറയണമെന്ന് ഹൈക്കോടതി. വെള്ളിയാഴ്ചയ്ക്ക് മുമ്പ് മറുപടി നൽകണമെന്നാണ് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഹർജി പരിഗണിക്കവെയാണ് കേന്ദ്രത്തോട് കോടതിയുടെ ചോദ്യം. ഈ നിലയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ വാക്സിനേഷൻ പൂർണ്ണമാകാൻ 2 വർഷമെങ്കിലും എടുക്കുമെന്നുള്ള നിരീക്ഷണം കൂടിയാണ് കോടതിയിൽ നിന്ന് വന്നിട്ടുള്ളത്. സുപ്രീം കോടതി നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ മേൽനോട്ടത്തിൽ ആണ് കാര്യങ്ങളെന്ന് കേന്ദ്രം പറയുന്നു. അടിയന്തരമായി അധിക ഡോസ് ആവശ്യമാണ് എന്നുകൂടിയാണ് പറയുന്നത്. കേരളത്തിന് ലഭ്യമാകേണ്ട വാക്സിൻ എപ്പോഴത്തേക്ക് നൽകാൻ കേന്ദ്രം തയ്യാറാകുമെന്നാണ് ഹൈക്കോടതി ഇപ്പോൾ കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചിട്ടുള്ളത്. വാക്സിൻ ക്ഷാമം അടിയന്തരമായി പരിഹരിക്കുന്നതിന് ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾക്ക് ലൈസൻസ് നൽകണമെന്നാവശ്യപ്പെടുന്ന ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുകയായിരുന്നു. ഇക്കാര്യം കേന്ദ്രത്തോട് കോടതി ചോദിച്ചിരിക്കുന്നത് വാക്സിൻ നിർമ്മാണത്തിന് സൗകര്യമുള്ള ഉൽപ്പാദകർക്ക് നിർമ്മാണത്തിന് സമയബന്ധിത ലൈസൻസ് നൽകണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി കൂടി പരിഗണിച്ചുകൊണ്ടായിരുന്നു ഇപ്പോൾ ഹൈക്കോടതിയുടെ നിലപാട് വന്നിരിക്കുന്നത്. എന്തായാലും കൊച്ചിയിൽ നിന്ന് സാലി മുഹമ്മദ് കൂടി ചേരുകയാണ്. സാലി, കേരളത്തിനുള്ള വാക്സിൻ എപ്പോൾ ലഭ്യമാകും എന്നാണ് ഹൈക്കോടതി ചോദിക്കുന്നത്. കുറഞ്ഞത് 2 വർഷമെങ്കിലും പൂർത്തിയാകും. ഈ നിലയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ വാക്സിനേഷന് വേണ്ട സമയമെന്ന് കൂടി കോടതി പറയുമ്പോൾ എന്തെല്ലാം വിമർശനങ്ങളാണ് കോടതിയിൽ നിന്നുണ്ടായത്? കോടതി ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ എന്തെല്ലാമാണ്? ജോജറ്റ, ഇന്ന് കോടതിയിൽ നടന്ന നടപടിക്രമങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വാക്സിൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വാക്സിനേഷൻ്റെ സമയക്രമവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന നടപടികളിൽ കടുത്ത അതൃപ്തി ഹൈക്കോടതിക്കുണ്ട് എന്ന് തന്നെയാണ്. കോടതി ചോദിച്ച 2-3 ചോദ്യങ്ങളുണ്ട്. ഇങ്ങനെ പോയാൽ എന്നിത് പൂർത്തിയാക്കാൻ കഴിയും? 10% ആളുകൾക്ക് മാത്രമേ ഇതുവരെ വാക്സിനേഷൻ നൽകാൻ കഴിഞ്ഞിട്ടുള്ളൂ കേരളത്തിലടക്കം. ഇങ്ങനെ പോയാൽ 2 വർഷത്തിലധികം എങ്കിലും എടുക്കുമല്ലോ വാക്സിനേഷൻ പൂർത്തിയാകാൻ. ഈ സാഹചര്യത്തിൻ്റെ ഗൗരവം എല്ലാവരും മനസ്സിലാക്കണ്ടേ എന്നാണ് കോടതിയുടെ ചോദ്യം. ജോജറ്റ് സൂചിപ്പിച്ചതുപോലെ 2 ഹർജികളാണ് കോടതിയിൽ ഇന്ന് എത്തിയത്. ഒന്ന്, ഈ വാക്സിൻ നിർമ്മാണത്തിന് അതിന് അനുയോജ്യമായ സംവിധാനങ്ങളുള്ള കമ്പനികൾക്ക് വാക്സിൻ നിർമ്മാണത്തിന് അനുമതി നൽകണം എന്നാവശ്യപ്പെട്ട് അത്തരത്തിൽ വാക്സിൻ നയം പുനഃപരിശോധിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ഹർജി. മറ്റൊന്ന്, കേരളത്തിലെ വാക്സിനേഷൻ കേന്ദ്രങ്ങളിൽ തിരക്കുമായി ബന്ധപ്പെട്ട മറ്റൊരു ഹർജി. ഇത് രണ്ടും ഒരുമിച്ചാണ് കോടതിയിലെത്തിയത്. ആ കോടതി ചോദിച്ചത് ഈ പശ്ചാത്തലത്തിലാണ്. അപ്പോൾ സംസ്ഥാന സർക്കാർ സ്വാഭാവികമായും പറഞ്ഞ കാര്യം, കേരളത്തിൽ വാക്സിൻ്റെ ലഭ്യതയുടെ കുറവുണ്ട്, അത് കേന്ദ്ര സർക്കാരാണ് അനുവദിക്കേണ്ടത്, അത് ലഭിക്കാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ പരമാവധി ആളുകൾക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ് കേരളം. എങ്ങനെയും ഇതിനെ പ്രതിരോധിക്കാനുള്ള വളരെ ആസൂത്രിതമായ നീക്കം കേരളം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിനിടയിലാണ് വാക്സിൻ ക്ഷാമം നേരിടുന്നത്. വാക്സിൻ ക്ഷാമത്തിൻ്റെ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരല്ല, അത് ലഭ്യമാക്കേണ്ട ഏജൻസി കേന്ദ്ര സർക്കാരും മറ്റുമാണ് എന്നാണ് സംസ്ഥാന സർക്കാർ കോടതി അറിയിച്ചത്. അപ്പോഴാണ് കേന്ദ്ര സർക്കാരിൻ്റെ അഭിഭാഷകനോട് കോടതി ചോദിച്ചത് എന്നിത് നൽകാൻ കഴിയും എന്നുള്ള വിവരം. അതായത് കേരളത്തിന് ആവശ്യമായ വാക്സിൻ ലഭിക്കുന്നില്ല എന്നാണ് പരാതി ഉയർന്നിരിക്കുന്നത്. ഇതെന്ന് നിങ്ങൾക്ക് നൽകാൻ കഴിയും? അത് വെള്ളിയാഴ്ചക്കുള്ളിൽ കോടതിയെ അറിയിക്കണം, വെള്ളിയാഴ്ച ഈ കേസ് പരിഗണിക്കും എന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ ഹൈക്കോടതിയിൽ കേന്ദ്ര സർക്കാർ എടുത്ത ഒരു സമീപനം, ഈ വാക്സിനേഷനുമായി ബന്ധപ്പെട്ട മുഴുവൻ നിയന്ത്രണവും കേന്ദ്ര സർക്കാരിൻ്റെ കൈവശമല്ല, അത് സുപ്രീം കോടതി നിയോഗിച്ച ഒരു വിദഗ്ധ സമിതിയാണ് ഇത്തരം വാക്സിൻ്റെ വിതരണവും മറ്റും കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് കേന്ദ്ര സർക്കാരിന് മാത്രമായി ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല എന്ന തരത്തിൽ കൈ കഴുകുന്ന ഒരു സമീപനം തന്നെയാണ് ഏറ്റവും നിർണായകമായ കാര്യം. നമുക്കറിയാം, സുപ്രീം കോടതി ഒരു 12-അംഗ ടാസ്ക് ഫോഴ്സിനെ നിയമിച്ചിട്ടുണ്ട് ഈ വാക്സിനേഷൻ പ്രവർത്തനങ്ങളുമായി. വാക്സിൻ ലഭ്യത ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ആ ഘട്ടത്തിൽ കേന്ദ്രത്തോട് വിവരങ്ങൾ ആരാഞ്ഞപ്പോൾ കേന്ദ്രം പറഞ്ഞത് സുപ്രീം കോടതി ഇക്കാര്യത്തിൽ ഇടപെടേണ്ട എന്ന നിലപാട് സ്വീകരിച്ച കേന്ദ്ര സർക്കാരാണ്. ഇക്കാര്യങ്ങളെല്ലാം ഇപ്പോൾ സുപ്രീം കോടതിയുടെ കയ്യിലാണ് എന്ന് പറഞ്ഞ് കൈ കഴുകുന്ന സമീപനം തന്നെ ഉണ്ടാകുന്നു. സംസ്ഥാനങ്ങളുടെ മാത്രം ചുമതലയിലേക്ക് ഈ കോവിഡ് വാക്സിനേഷൻ ഉൾപ്പെടെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏൽപ്പിക്കുന്ന, മുഖം തിരിഞ്ഞു നിൽക്കുന്ന, ജനങ്ങളെ ഒറ്റപ്പെടുത്തുന്ന, ജനജീവിതത്തിന് സുരക്ഷ നൽകാൻ ഇടപെടാത്ത കേന്ദ്ര സർക്കാരിന് കൂടിയുള്ള വിമർശനമായി മാറുന്നില്ലേ ഇന്നത്തെ കോടതിയുടെ ഈ പരാമർശം? തീർച്ചയായും. മാത്രമല്ല, കോടതി വളരെ ഗൗരവത്തിൽ ഈ കേസ് കണ്ടിട്ടുണ്ട് എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കേരളത്തിന് കേരളത്തിനാവശ്യമായ വാക്സിനുകൾ, ആവശ്യമായ ഡോസ് വാക്സിൻ എന്ന് നൽകും എന്ന കാര്യം വെള്ളിയാഴ്ചക്കകം കോടതിയെ അറിയിക്കണം എന്ന് കേന്ദ്ര സർക്കാരിൻ്റെ അഭിഭാഷകനോട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിനർത്ഥം ഇത് ചെറിയ കാര്യമല്ല എന്ന് നിഗമനത്തിൽ തന്നെയാണ് സംസ്ഥാന ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്. മാത്രമല്ല, പുറത്തു വരുന്ന വാർത്തകൾ നിങ്ങൾ അറിയുന്നില്ലേ എന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ അഭിഭാഷകനോട് ചോദിച്ചത്. ഗുരുതരമാണ് സാഹചര്യം. ദൈനംദിന രോഗികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. അതീവ ഗുരുതരമാണ് കേരളത്തിലെ സാഹചര്യം. അപ്പോൾ വാക്സിനേഷൻ മാത്രമാണ് പോംവഴി എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ വാക്സിനേഷൻ
പൂർണ്ണമായ തോതിൽ അതിൻ്റെ ശാസ്ത്രീയമായി പൂർത്തിയാക്കുന്നതിൽ എന്താണ് തടസ്സം, അതിൻ്റെ സമയക്രമം മുൻകൂട്ടി നിശ്ചയിക്കുന്ന ഡോസുകൾ അനുവദിക്കുന്നതിനും എന്താണ് തടസ്സം എന്നാണ് കോടതിയുടെ ചോദ്യം. അത്രയും ചോദിച്ചിട്ടാണ് കോടതി പറഞ്ഞത് കേരളം ആവശ്യപ്പെട്ടിരിക്കുന്ന ഡോസ് എന്ന് കേരളത്തിന് നൽകാൻ കഴിയും എന്ന് അറിയിക്കണം, അത് കോടതിയെ കേന്ദ്ര സർക്കാരിൻ്റെ അഭിഭാഷകൻ അറിയിക്കണമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ ജോർജറ്റ് സൂചിപ്പിച്ചതുപോലെ ഹൈക്കോടതിയിൽ കേന്ദ്ര സർക്കാർ എടുത്തൊരു സമീപനം അതുതന്നെയാണ്. അതായത് തങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വവും ഇക്കാര്യത്തിലില്ല, സുപ്രീം കോടതി നിയോഗിച്ച ഒരു സമിതി ആണ് ഇതെല്ലാം ചെയ്യുന്നത്, അതുകൊണ്ട് പരിമിതമായ അധികാരങ്ങൾ മാത്രമേ ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിനുള്ളൂ എന്ന തരത്തിൽ ആ സമിതിയുടെ തലയിലേക്ക് എല്ലാ ഉത്തരവാദിത്തങ്ങളും വെച്ച് കൊടുക്കുന്ന ഒരു സമീപനമാണ് ഹൈക്കോടതിയിൽ ഇന്ന് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത്. പക്ഷേ അതിൽ കോടതി തൃപ്തനായിട്ടില്ല, തൃപ്തി പ്രകടിപ്പിച്ചുമില്ല. അതാണ് ഏറ്റവും വലിയ ഉദാഹരണം. വെള്ളിയാഴ്ച കേസ് പരിഗണിക്കും. അപ്പോൾ കേരളത്തിന് ആവശ്യമായ ഡോസ് വാക്സിനുകൾ എന്ന് കൈമാറാൻ കഴിയും എന്ന കാര്യം അതിൻ്റെ സമയക്രമം അടക്കം അറിയിക്കാൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ? നിലവിൽ മരണനിരക്ക് കുറയ്ക്കണമെങ്കിൽ 45 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും വാക്സിനേഷൻ പൂർത്തിയാകണം. അവിടെയാണ് ഈ വാക്സിൻ ക്ഷാമം നിലനിൽക്കുന്നത്. ആവശ്യത്തിന് ഡോസ് വാക്സിൻ കേരളത്തിന് ലഭ്യമാകാത്തത്. പകരം കേരളം വില കൊടുത്തു വാങ്ങി യുവജനങ്ങൾക്ക് വാക്സിനേഷൻ നൽകുന്ന രീതിയിലേക്ക് പ്രതിരോധ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയാണ്. കേരളത്തിൻ്റെ പ്രതീക്ഷ എത്രത്തോളമുണ്ട്? സംസ്ഥാന സർക്കാർ എന്ത് നിലപാടാണ് കോടതിയിൽ സ്വീകരിച്ചത്? സംസ്ഥാന സർക്കാർ ഈ സാഹചര്യത്തിൻ്റെ ഗൗരവം പൂർണ്ണമായും കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. വാക്സിനേഷൻ മാത്രമാണ് പോംവഴി. വാക്സിൻ നൽകേണ്ടത് കേന്ദ്ര സർക്കാരാണ്. ആ വാക്സിൻ നൽകാൻ നമ്മൾ ആവശ്യപ്പെട്ട വാക്സിനുകൾ അതിൻ്റെ അർത്ഥത്തിൽ ഡോസിൽ നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല. പ്രതിദിനം 2 ലക്ഷം ഡോസ് വാക്സിൻ എങ്കിലും കുറഞ്ഞത് ഇപ്പോൾ കൊടുക്കുന്ന രീതിയിൽ കൊടുക്കാനെങ്കിലും ആവശ്യമായി വരും. പക്ഷേ പൂർണ്ണമായ ആളുകൾക്ക്, മുഴുവൻ ആളുകൾക്കും ഈ വാക്സിനേഷൻ 18 വയസ്സിന് മുകളിലുള്ള മുഴുവൻ ആളുകൾക്കും അങ്ങനെയാണെങ്കിൽ പോലും കൊടുത്തു തീർക്കാൻ മാസങ്ങൾ എടുക്കുന്ന സാഹചര്യമാണ്. ഏക പോംവഴി പരമാവധി ഡോസ് വാക്സിനുകൾ നൽകുക എന്നുള്ളതാണ്. കേരളത്തിൻ്റെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജ് വരെ വാക്സിനേഷനുള്ള സംവിധാനങ്ങൾ സംസ്ഥാന ആരോഗ്യവകുപ്പ് ഒരുക്കിയിട്ടുണ്ട്. ഇത് കൂടാതെയാണ് മാസ് വാക്സിനേഷൻ കേന്ദ്രങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. പക്ഷേ അവിടേക്കൊന്നും വാക്സിൻ ഡോസുകൾ എത്തിക്കാനുള്ള സംവിധാനം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേരളത്തിന് കഴിയുന്നില്ല എന്നതാണ് സംസ്ഥാന സർക്കാർ അറിയിച്ചത്. അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനാണ്. കേന്ദ്ര സർക്കാരാണ് വാക്സിൻ അനുവദിക്കേണ്ട ഏജൻസി. പക്ഷേ ആവശ്യത്തിന് നമ്മൾ ആവശ്യപ്പെടുന്ന ഡോസിലുള്ള വാക്സിൻ നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറാവുന്നില്ല. അതുതന്നെയാണ് സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാട്ടിയ കാര്യം. സംസ്ഥാന സർക്കാരിൻ്റെ വാദം മുഖവിലയ്ക്ക് എടുത്തിട്ടുണ്ട് ഹൈക്കോടതി എന്ന് തന്നെയാണ് ഇന്ന് കോടതിയുടെ കമൻറ്റുകളിൽ നിന്നും ഏറ്റവും ഒടുവിൽ വെള്ളിയാഴ്ചയ്ക്കകം ഇതിൻ്റെ സമയക്രമവും എത്ര ഡോസ് എന്ന വിവരങ്ങളെല്ലാം വെള്ളിയാഴ്ചയ്ക്കകം ഹൈക്കോടതി അറിയിക്കണം എന്ന് കേന്ദ്ര സർക്കാരിൻ്റെ അഭിഭാഷകനോട് ഹൈക്കോടതി പറയാൻ കാരണം ഏതായാലും വെള്ളിയാഴ്ച കേസ് വീണ്ടും പരിഗണിക്കുന്നുണ്ട്. വെള്ളിയാഴ്ച ഈ കേസ് പരിഗണിക്കുമ്പോൾ എന്താണ് കേന്ദ്ര സർക്കാരിൻ്റെ അഭിഭാഷകൻ സ്വീകരിക്കുന്ന നിലപാട് എന്നത് പ്രധാനപ്പെട്ടതാണ്. കഴിഞ്ഞ ദിവസം സമാനമായൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്നും ഇതേ ചോദ്യം കേന്ദ്ര സർക്കാരിനോട് ഹൈക്കോടതി ചോദിച്ചിരുന്നു, കേരളത്തിന് വാക്സിൻ നൽകാൻ എന്താണ് തടസ്സം. പക്ഷേ അതിനുശേഷം ഈ കേസ് പരിഗണിച്ചപ്പോഴൊന്നും കൃത്യമായൊരു മറുപടി, ഒരു വ്യക്തമായ ഒരു മറുപടി നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറായില്ല. പക്ഷേ ഇന്നെടുത്ത സമീപനം ഞങ്ങളുടെ ഉത്തരവാദിത്വമല്ല, സുപ്രീം കോടതി നിയോഗിച്ചിരിക്കുന്ന വിദഗ്ധ സമിതിയാണ് ഇതിൻ്റെ എല്ലാ മേൽനോട്ടവും നിയന്ത്രണവും. അതുകൊണ്ട് കേന്ദ്ര സർക്കാരിന് ഇക്കാര്യത്തിൽ പരിമിതമായ അധികാരങ്ങളേ ഉള്ളൂ എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിൻ്റെ വാദം. അത് കോടതി മുഖവിലേക്ക് എടുത്തിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച ഈ കേസ് എടുക്കുമ്പോൾ കേന്ദ്ര സർക്കാർ എന്ത് പറയുന്നു, അതിനോട് കോടതി സ്വീകരിക്കുന്ന നിലപാടെന്ത് എന്നുള്ളത് കേരളത്തിൻ്റെ ഭാവി വാക്സിനേഷൻ സംവിധാനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമായിരിക്കും. ഏതായാലും എന്താണ് കോടതി പറയാൻ പോകുന്നത് എന്നുള്ളത് കേന്ദ്ര സർക്കാരും ഉറ്റുനോക്കുകയാണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും വ്യക്തതയുള്ള ഒരു മറുപടി പറയും വെള്ളിയാഴ്ച എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.